ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ജനറൽ ഗൈഡൻസ് നമ്മുടെ മൺഡേ ടു സൺഡേ നമ്മുടെ വീക്ക്ലി ഗൈഡൻസ് എടുക്കാം നമുക്കിന്ന്. ഓക്കെ, ഓരോ ദിവസത്തെയും സെപ്പറേറ്റ് ആയിട്ട് മൺഡേ തൊട്ട് സൺഡേ വരെയുള്ള കാർഡ്സ് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, മൺഡേ തൊട്ട് സൺഡേ വരെ ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നോക്കാം. ഓക്കെ, മൺഡേ, Tuesday, Wednesday, വ്യാഴാഴ്ച, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. ഓക്കെ, ഇതിനൊക്കെ ഓരോ ക്ലാരിഫിക്കേഷൻ കൂടി എടുത്തേക്കാം. നമുക്ക് 6 of Cups ആണ് ആദ്യം മൺഡേക്ക്. സോ ഓക്കെ, 2 of Cups, 2 of Wands. ഓക്കെ, ട്യൂസ്ഡേക്ക്, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഓക്കെ, ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് 6 of Wandsഉം കിങ് ഓഫ് എർത്ത് ആൻഡ് 10 of Earth ആണ്. വെരി നൈസ്. ആക്ച്വലി ബോട്ടം ഡെക്ക് എനർജി നമുക്ക് ഓവറോൾ നമ്മുടെ ഈ ഒരു ആഴ്ചയുടെ എനർജി എന്ന് പറയുന്നത് ഒരു സക്സസിൻ്റെ കാര്യമാണ് കാണുന്നത്. ഓക്കെ, ഒരു സക്സസ്, നിങ്ങൾക്ക് റെക്കഗ്നീഷൻ കിട്ടുന്നതായിട്ട്, നിങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നതായിട്ട്, നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും ഓക്കെ, എന്തെങ്കിലും ചെറിയൊരു എഫേർട്ടിന് പോലും നിങ്ങൾക്കൊരു അംഗീകാരം കിട്ടുന്നു എന്നെടുക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ചിലവർക്ക് മണി അബണ്ടൻസ് കൂടി കാണുന്നുണ്ട്. എന്തെങ്കിലും മണി ഈ ആഴ്ച ഒരു അല്പം നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ ഒരു ബെറ്റർമെൻറ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ബെറ്റർമെൻറ്റ് നിങ്ങളുടെ ജോലിയിൽ കരിയറിൽ എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ബെറ്റർ ആവുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യലി നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത് എന്തെങ്കിലും വരുന്നതായിട്ട് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ സക്സസ് ഉണ്ട്. സോ വളരെ പോസിറ്റീവ് എനർജിയാണ് ഈ വീക്കിൽ നമുക്ക്. ഓക്കെ, പക്ഷേ യെസ്, കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. എല്ലാ സമയത്തെയും പോലെ തന്നെ ഇവിടെ ലേശം അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ വീക്ക്ലി സ്റ്റാർട്ടിങ് നമുക്ക് മൺഡേ, അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരല്പം നോസ്റ്റാൾജിക് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് പറയാം. നിങ്ങൾ ചൈൽഡ്ഹുഡിനെ കുറിച്ച് ഓർക്കുന്ന പോലെ, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ. ആക്ച്വലി നോസ്റ്റാൾജിക് എന്ന് പറയുമ്പോൾ നമുക്ക് പഴയ കാര്യങ്ങൾ എന്നെടുത്താൽ മതി. ഓക്കെ, എന്തെങ്കിലും മുൻപ് നടന്ന കാര്യങ്ങൾ, പഴയതെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ ആവണം എന്നില്ല. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നു എന്ന രീതിയിൽ. ഓക്കെ, മേ ബി ഈ വീക്കെൻഡിൽ എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളെ ആ ഒരു പഴയ കാലത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടാവാം. അപ്പോൾ മൺഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഐ തിങ്ക് ആ ഒരു ഓർമ്മയിൽ തന്നെയാണ് ലേശം. ഓക്കെ, പഴയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പഴയത് എന്നല്ല, ജസ്റ്റ് കുറച്ചു കാലം മുമ്പ് നടന്ന കാര്യങ്ങൾ, പഴയ ഫ്രണ്ട്സ്, പഴയ ആൾക്കാർ, പഴയ കാര്യങ്ങൾ. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. ആൻഡ് ഇവിടെ പ്ലാനിങ്, പാർട്ട്ണറിങ്, പ്രോഗ്രസിങ് എന്നൊക്കെയാണ് 2 of Wands ആണിത്. മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തത് നടന്നിട്ടുണ്ടാവില്ല വീക്കെൻഡിൽ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടുണ്ടാവാം, അത് നടന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മയായിരിക്കാം, അത് മിസ് ചെയ്തു എന്നൊരു തോന്നലായിരിക്കാം. ഓക്കെ, ഒരു മിസ്സിങ് എനർജി എന്നൊക്കെ പറയാം. ഓക്കെ, ചെറുതായിട്ടൊരു നമ്മുടെ പഴയ കാര്യങ്ങൾ ഒന്ന് മിസ് ചെയ്യുന്ന പോലെ. ആക്ച്വലി ഒരു നല്ല കാര്യമാണ് ഇവിടെ തോന്നുന്നത്, അല്ലാതെ സോറി തൊണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു എന്തോ പ്ലാനിങ് ചെയ്തത് നടക്കാതെ പോയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. വീക്കെൻഡിൻ്റെ പ്ലാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ മഴയൊക്കെ കാരണമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തു, ആഗ്രഹിച്ചു, നടന്നില്ല എന്ന് പറയാം. ചിലവർക്ക് എന്തെങ്കിലും മുൻപ് നടന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ഏതെങ്കിലും പഴയ ഫ്രണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് വലിയ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നടന്നില്ല, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ജസ്റ്റ് പാസ്റ്റിൽ ആരെങ്കിലും നമ്മൾ മീറ്റ് ചെയ്തു, അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു ചെറിയൊരു നോസ്റ്റാൾജിക് മൊമെൻ്റ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് നിങ്ങൾ ഇവിടെ എനിക്ക് മെയിൻലി ഫീൽ ചെയ്യുന്നത് നിങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ടാവും. ഓക്കെ, മേ ബി ഒരു പഴയ മെമ്മറിയിൽ ഇരിക്കുന്നത് കാരണം നിങ്ങൾ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ പ്ലാൻ ഇടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഇടുക, പ്ലാനിങ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു വെയിറ്റിംഗ്. ഓക്കെ, ഒരു വെയിറ്റിംഗ് എനർജി, ഒരു പ്ലാനിങ് എനർജി, മിസ്സിങ് എന്നൊക്കെ പറയാം. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. പഴയ കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കുറിച്ച്, ആൾക്കാരെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ലേശം ഓർമ്മയിൽ ആ മൺഡേ തുടങ്ങുമ്പോൾ നിങ്ങൾ ഐ തിങ്ക് ഒരു നോസ്റ്റാൾജിക് മൂഡിലാണ്. ഓക്കെ, ബട്ട് ട്യൂസ്ഡേയിലേക്ക് മേ ബി നിങ്ങൾ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ ഇനി അടുത്ത വീക്കെൻഡ് വരുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വല്ല പ്ലാനിങ് ആയിരിക്കാം. ഓക്കെ, എന്തായാലും ഇവിടെ ട്യൂസ്ഡേയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നത് 9 of Wands ആണ്.
നയൻ ഓഫ് വൺസ് പറയുന്നത് ഒരു ബൗണ്ടറി വെച്ച് നിൽക്കലാണ്, ഒരു അകൽച്ച വെച്ച് നിൽക്കുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളൊന്ന് നമ്മളെ തന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുക എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഐ തിങ്ക് ഇന്നലത്തെ റീഡിങ്ങിൽ ഞാനത് പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ച്. നയൻ ഓഫ് വൺസ് പറയുമ്പോൾ നമ്മൾ അവനവനെ തന്നെ ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്ന പോലെയാണ്, നമ്മളെ തന്നെ തടഞ്ഞു നിർത്തുന്നതായിട്ടൊന്നും പറയാം, നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നു, രണ്ട് തരത്തിലും പറയാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പിന്റെ കാര്യമുണ്ട്, ഇതും ഒരു പാർട്ട്ണറിങ് എന്ന രീതിക്കാണ്, ഇതും ഒരു പാർട്ട്ണർഷിപ്പിന്റെ കാര്യമാണ്. സോ മേ ബി ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങളെ മീറ്റ് ചെയ്തിട്ടുണ്ടാവാം, അവരുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും മുന്നോട്ട് ചെയ്യാൻ പ്ലാനിങ് ഇടുന്നുണ്ടാവും. ഓക്കെ, മൺഡേ സാറ്റർഡേ സൺഡേസ് ആണ് നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ച് മേ ബി മൺഡേയും നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നതായിരിക്കും. ഓക്കെ, ഐ തിങ്ക് ഇവിടെ നിങ്ങൾ മുന്നോട്ടും അവരുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ്. ഇതും ആക്ച്വലി അങ്ങനെ തന്നെയാണ്, ഒരു പ്ലാനിങ് എന്ന് ഞാൻ പറഞ്ഞു, വെയിറ്റിംഗ് പ്ലാനിങ് എന്നൊക്കെ പോലെ. സോ മേ ബി ആ ഒരു പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഒന്നിച്ച് എന്തെങ്കിലും ചെയ്യാൻ, ഒരു യാത്ര പോകാൻ, എന്തും ആവാം. ഓക്കെ, ജസ്റ്റ് മീറ്റ് ചെയ്യാൻ, യാത്ര പോകാൻ, നിങ്ങൾ തമ്മിലൊന്ന് കണ്ട് സംസാരിക്കാൻ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഓക്കെ, ആ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ കൂടുതൽ ഫോക്കസ് കാണുന്നുണ്ട് ഈ ആഴ്ച. സോ ബട്ട് നിങ്ങളുടെ മനസ്സിലൊരു ചെറിയൊരു മടിയുണ്ട്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ അവനവനെ തന്നെ ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. ദറ്റ് മേ ബി അവരുമായിട്ട് പാസ്റ്റ് എക്സ്പീരിയൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, ചില ഓർമ്മകൾ, വേദനിപ്പിക്കുന്ന ചില ഓർമ്മകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അത് ആലോചിച്ച് കഴിഞ്ഞാൽ വിഷമമായി പോവോ എന്ന് നമുക്കൊരു സ്വയം ഒരു പേടി അല്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ അവനവനെ നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുക, നിങ്ങൾ ഒരു ലേശം ഡിഫെൻസീവായിട്ട് നിൽക്കുക, നിങ്ങളൊന്ന് നിങ്ങളെ തന്നെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്തുകയാണ്. അതായത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ശരിക്കും നമ്മൾ 9 ഒക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ആഗ്രഹം വിഷ് എന്ന രീതിയിലാണ് പറയുക. ബട്ട് എന്നാലും നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്ത് നിങ്ങളെ തന്നെ ഒന്ന് ബാക്കാക്കി നിർത്തുന്ന പോലെയാണ്. ഓക്കെ, ബ്ലോക്ക് ചെയ്ത് നിങ്ങളെ തന്നെ സ്വയം നിങ്ങൾ അവനവനെ ഒന്ന് ബ്ലോക്ക് ചെയ്യുകയാണ്. ഓക്കെ, മേ ബി ഇതൊരു പാർട്ട്ണർഷിപ്പിനെ കുറിച്ചായിരിക്കാം, ബിസിനസ് പാർട്ട്ണർഷിപ്സ് ആയിരിക്കാം, റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം, രണ്ടും ആവാം. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഐ തിങ്ക് നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇതിന് മുന്നോട്ട് ഞാൻ പോകണോ വേണ്ടേ എന്ന രീതിയിൽ. അതിപ്പോൾ ഏത് കാര്യത്തിലായാലും ശരി, റിലേഷൻഷിപ്സ് ആയാലും ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ചെയ്യാനായാലും, ഫ്രണ്ട്സിനെ ജസ്റ്റ് മീറ്റ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളായാലും ശരി. മേ ബി നിങ്ങൾക്ക് ചില പാസ്റ്റ് ഓർമ്മകൾ വരുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അത് ഞാൻ മുന്നോട്ട് പോകണോ വേണ്ടേ എന്ന രീതിയിൽ. ഓക്കെ, അങ്ങനെ ഒരു ഒരു മാനസികമായ കോൺഫ്ലിക്റ്റിലാണ് എനിക്ക് കാണുന്നത്. ഇവിടെ എന്താണാവോ കരിയറിലേക്കൊന്നും ഫോക്കസ് കാണാനില്ല ഈ ആഴ്ച, ഇമോഷണൽ കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾ അതിനെക്കുറിച്ചാണ് ഇവിടെ കൂടുതൽ നിങ്ങളുടെ മൈൻഡിൽ ചിന്ത കൂടുതൽ. ഇത് മെയിൻലി നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, നമ്മൾ ഒന്നാമത് ഒരുപാട് ഡെപ്തിലല്ല പോകുന്നത്. സോ ഓവറോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏറ്റവും മേലെ നിൽക്കാനുള്ള ഒരു തോട്ട്സ് എന്ന രീതിക്ക് നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, ബാക്കി പലതും നമ്മുടെ ചുറ്റും ഡെയിലി നടക്കും, ഇല്ല എന്നല്ല, പക്ഷെ ഇതിലേക്കൊരു സ്പെസിഫിക് ഫോക്കസ് വരുന്നുണ്ട് എന്ന് മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ മൺഡേ ട്യൂസ്ഡേ എങ്ങനെയായിക്കഴിഞ്ഞാൽ നമ്മൾ പാർട്ട്ണർഷിപ്സിനെ കുറിച്ചാണ് കൂടുതലും ചിന്ത. ചിലവർക്ക് മാരേജിൻ്റെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, വേണോ വേണ്ടേ എന്നുള്ളൊരു ചോദ്യമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി പ്ലാനിങ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആലോചന, ഇപ്പം ഞാൻ ഏതെങ്കിലും പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മുന്നോട്ട് പോകണോ വേണ്ടേ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് വേണോ, ഒരല്പം നിങ്ങൾ പക്ഷെ അവനവനെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, വെഡ്നെസ്ഡേക്ക് വരുമ്പോൾ കിങ് ഓഫ് എയർ ആണ്. കിങ് ഓഫ് എയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരല്പം കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന പോലെ. ഓക്കെ, ആദ്യം ഒന്ന് നോസ്റ്റാൾജിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമോഷണൽ സൈഡ് എന്ന് പറയാം. ഓക്കെ, ബട്ട് ബുധനാഴ്ച ആകുമ്പോഴേക്കും നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഓക്കെ ഞാൻ ഇനി ഒരു കാര്യം ഞാനൊന്ന് തീരുമാനിക്കട്ടെ, ശരിക്കും ഞാനൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ആലോചിക്കുന്ന പോലെയാണ്. ഓക്കെ, അതായത് നിങ്ങൾ ശരിക്കും അതായത് ഇത് ഒരു ഐ തിങ്ക് ചിലവരെ കട്ട് ഓഫ് ചെയ്യുന്ന കാര്യം പറയാം, കാരണം ഇവിടെ റിലീസ് ഉണ്ട്. ഓക്കെ, അഗെയിൻ ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ വേറെ കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടായാലും അങ്ങനെ എടുത്തോളൂ. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഈ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ തന്നെ ആവണമെന്നില്ല. ഓക്കെ, ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ തന്നെ ആവണമെന്നില്ല. നിങ്ങളുടെ വേറെ ഏതെങ്കിലും കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ടാവും. ഓക്കെ, ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് ബുധനാഴ്ച ദിവസം നിങ്ങളൊരു ഒന്ന് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പ്രാക്ടിക്കലായിട്ട് ചില തീരുമാനം എടുക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളതിന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, ഓക്കെ, കാരണം നിങ്ങൾ ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ബേസിൽ നിങ്ങളൊരു തീരുമാനം എടുക്കണം. ഓക്കെ, അതിന് റിലീസിങ് ആണ് എനിക്ക് കാണുന്നത്. റിലീസിങ് എന്ന് പറയുമ്പോൾ ചിലവരെ നിങ്ങൾ കട്ട് ഓഫ് ചെയ്യേണ്ടതുണ്ടാവും. അത് ഒന്നുമില്ലെങ്കിൽ ഈ പാസ്റ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ. ഓക്കെ, അതിനെ നിങ്ങൾ റിലീസ് ചെയ്ത് കളയണം എന്ന രീതിയിലാണ് പറയുന്നത്. ആൻഡ് ഇത് കിങ് ഓഫ് എയർ, നമ്മൾ ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അതായത് നമ്മൾ കോൺഫിഡൻസോടെ ഞാൻ ചെയ്യുന്ന നിങ്ങൾ ആദ്യം പക്ഷേ കാര്യങ്ങളെ
കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഫുള്ളായിട്ട് മനസ്സിലാക്കി തീരുമാനിച്ച് ഓക്കെ ഇനി ഞാനിതിവിടെ ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞ ആ ഒരു ആക്ഷന് വേണ്ടി തയ്യാറാവുന്നതായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ അതൊരു ഫെയർ ആയിരിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യം അതായത് നിങ്ങൾക്കും അറിയാം ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആക്ഷൻ എടുക്കുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ തോന്നിയ പോലെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, നോളജബിൾ എന്ന് പറയുന്നുണ്ട്, മനസ്സിലാക്കി പഠിച്ച് കാര്യങ്ങളെ നല്ലോണം ഇതാക്കി ആലോചിച്ച് തീരുമാനം എടുക്കുന്ന പോലെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ എൻഡിങ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഫ്രീഡം ആണ്. സോ ചിലവർക്ക് നിങ്ങൾക്കൊരു എൻഡിങ് വരാം. എൻഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യാം. ഓക്കെ, ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് മാറിപ്പോവാൻ തീരുമാനിക്കാം, അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ചിലത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഉപേക്ഷിച്ച് കളയുന്ന പോലെ ചിലപ്പോൾ മൈൻഡിൻ്റെ ചിന്തകളെ ആയിരിക്കാം കേട്ടോ, വേറൊന്നും പറയുന്നില്ല. ഒരുപാട് നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ആവണമെന്നില്ല. ചെറുതായിട്ട് ഇപ്പോൾ പറയുമ്പോൾ ലൈക്ക് നിങ്ങളുടെ മൈൻഡിൽ ചില നെഗറ്റീവ് തിങ്കിങ്, നിങ്ങളുടെ ചില നിങ്ങൾ ഇത്രയും കാലം ചിന്തിച്ചത്, ഓക്കെ ചിലപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ പാസ്റ്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ, ഇത്രയും കാലമായിട്ട് നിങ്ങളുടെ ഒരു ചിന്താഗതി എന്തായിരുന്നോ അതിൽ നിന്നൊരു മാറ്റമായിരിക്കാം. ഓക്കെ, അപ്പോൾ പഴയ ചിന്താഗതികളെ നിങ്ങൾ റിലീസ് ചെയ്ത് കളഞ്ഞ് ഒരല്പം മാറ്റം വരുത്താം നിങ്ങളുടെ ചിന്തകളിൽ. ഓക്കെ, ആ രീതിക്കും ആവാം. ഓക്കെ, സോ വെനസ്ഡേ ബുധനാഴ്ച നിങ്ങൾ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തെന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു വെട്ടിമാറ്റാനോ ചിലതിനെ എൻഡ് ചെയ്യാനോ നിങ്ങളുടെ ലൈഫിൽ തന്നെ വെട്ടിമാറ്റാനോ ഒക്കെ തീരുമാനിക്കുന്ന പോലെയാണ്. ബട്ട് അത് നിങ്ങൾക്ക് നല്ലതിനാണ് എന്നുകൊണ്ട് ട്രാൻസ്ഫോർമേഷനാണ്, ഫ്രീഡമാണ്. ഓക്കെ, അപ്പം അങ്ങനെ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ നമുക്കൊരു മാറ്റം അത് നല്ലതിനാണ് എന്നാണ്. ഓക്കെ, അത് നിങ്ങൾക്കൊരു ഫ്രീഡം കൊണ്ടുവരുന്നതാണ്. അല്ലെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും കാലം ചിന്തിച്ച ചില കാര്യങ്ങൾ, ഓക്കെ അത് നമുക്ക് തെറ്റായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഇനി അങ്ങനെ പറ്റില്ല എന്ന് തീരുമാനിച്ച് നമ്മളൊന്ന് മാറ്റിയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ തന്നെ നമ്മളുടെ ലൈഫിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ ഒന്ന് റിലീഫായ പോലെ തോന്നും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നതായിട്ടാണ്. ആൻഡ് ഇവിടെ 7 ഓഫ് കപ്സ് ഉണ്ട്. 7 ഓഫ് കപ്സ് പറയുമ്പോൾ ഓക്കെ വ്യാഴാഴ്ചയ്ക്ക് തേഴ്സ്ഡേക്ക് നമുക്ക് കാണുന്നത് 7 ഓഫ് കപ്സ് നിങ്ങൾക്ക് ഓപ്ഷൻസ്. ഓക്കെ, യെസ്, ഓക്കെ ഇവിടെ അങ്ങനെയും പറയാം ദാറ്റ് നിങ്ങൾ ചിലത് റിലീസ് ചെയ്ത് കളയുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് വേറെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരും. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമായിരിക്കാം, നിങ്ങൾ ഇത്രയും കാലമായിട്ട് ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, അതിനെ ആയിരിക്കാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നത്. ഞാൻ ആ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിനെ ഞാൻ ലെറ്റ് ഗോ ചെയ്യാണ്, അതന്നെ വേണം എനിക്ക് എന്ന് ഞാൻ ചടിച്ച് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ പല ഓപ്ഷൻസും കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോറി. അപ്പോൾ 7 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ചയ്ക്ക് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ വരും എന്ന രീതിക്കാണ്. നമ്മളെപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്തെങ്കിലും പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പുതിയ ഓപ്പർച്യൂണിറ്റി വരില്ല എന്ന് പറയും. ഓക്കെ, ചിലത് നമ്മൾ ലെറ്റ് ഗോ ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തുറന്നു കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പല ഓപ്ഷൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. സോറോ, ഫൊർഗിവ്നെസ്, ഹീലിംഗ്. യെസ്, അപ്പം നിങ്ങൾ നമ്മൾ വേറെ ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ ആലോചിക്കുമ്പോൾ നമ്മൾ ഈ മുമ്പ് ലെറ്റ് ഗോ ചെയ്ത കാര്യങ്ങളെ നമ്മുടെ മനസ്സിൽ കിടക്കും അല്ലേ, എനിക്ക് അതന്നെയായിരുന്നു, മീൻസ് നമുക്കൊരു വിഷമം ഉണ്ടാവും അതിനെ വിട്ട് കളയേണ്ടി വന്നല്ലോ എന്ന രീതിയിൽ. ബട്ട് അപ്പോൾ കാരണം പുതിയ ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങളത് എടുക്കാൻ മടിക്കും, നമ്മൾ മനസ്സിലൊരു മടി ഉണ്ടാവും. അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും കരിയറിൻ്റെ കാര്യത്തിലായാലും നിങ്ങളുടെ സ്വന്തം ചിന്തകൾ അങ്ങനത്തെ കാര്യങ്ങളിലായാലും എന്തിലായാലും. ഓക്കെ, ലൈഫിൽ നിങ്ങൾ ഫാമിലിയോട് ഡീൽ ചെയ്യുന്ന എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത്, ഫ്രണ്ട്സിനോട് എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത്, എല്ലാം ചില മാറ്റങ്ങളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ. ഓക്കെ, അതിനവിടെ ആ ഒരു വിഷമം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ആ ഒരു വിഷമം നിങ്ങൾ കാരണം വേറെ ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും പാസ്റ്റിനെ കുറിച്ചൊന്ന് ഓർത്തു പോകും അല്ലേ. നമുക്ക് എന്ത് വന്നാലും നമ്മുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല, ആഗ്രഹിച്ചത് നമ്മൾ വിട്ട് കളയേണ്ടി വരുമ്പോൾ ഒരു ചെറിയൊരു വിഷമം ഉണ്ടാവും. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് അഗെയിൻ ഇവിടെ വീണ്ടും ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യം വീണ്ടും വരുന്നുണ്ട്. ഇപ്പോൾ ഐ തിങ്ക് ഫ്രൈഡേക്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും, നിങ്ങളുടെ മൈൻഡിൽ ഒരു ക്ലാരിറ്റി കിട്ടും. ദാറ്റ് ഇത് വരുന്നത് നല്ലതിനാണ്, ഈ ഒരു സംഭവം നിങ്ങൾക്ക് നല്ലതിനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഒരു മാറ്റം, അതായത് നിങ്ങൾ എന്താണോ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നത്, എന്താണോ നിങ്ങൾ റിലീസ് ചെയ്ത് കളയുന്നത്, ഈ ബുധനാഴ്ച ഐ തിങ്ക് ഈ ഒരാഴ്ച മുഴുവൻ യെസ് ഒരേ എനർജിയാണ് എനിക്കൊരുവിധം ഫീൽ ചെയ്യുന്നത്. യെസ്, ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളെ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും വ്യക്തിയായിരിക്കാം, ഏതെങ്കിലും റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഞാൻ പറഞ്ഞ പോലെ ചിന്താഗതികളായിരിക്കാം. ഓക്കെ, ചില വ്യക്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം, ജോലി, അങ്ങനെ എന്തു തന്നെ ആയിക്കോട്ടെ, കുറച്ച് പാസ്റ്റ് തൊട്ടുള്ള ഒരു കാര്യം, അതിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ട ഒരു സമയമാണെന്നാണ് കാണുന്നത് എനിക്കിപ്പോൾ ഇവിടെ. ഓക്കെ, നിങ്ങൾ വേറെ ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ യൂണിവേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് എടുക്കാൻ സാധിക്കാത്തത് ബിക്കോസ് നിങ്ങൾ ഈ പാസ്റ്റിൽ സ്റ്റക്കാണ്. ഓക്കെ, നിങ്ങൾ ആ പാസ്റ്റ് കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ദൈവം യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ തരുന്ന വേറെ ഓപ്ഷൻസ് ഒന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തത്. നിങ്ങൾ ആ ഹാർട്ട് ബ്രേക്കിൽ തന്നെ നിൽക്കുകയാണ്.
ഓക്കെ, അതായത് ഇത് വിട്ട് കളയാനുള്ള ഒരു മടി എന്ന് പറയില്ലേ നമ്മൾ, ചിലത് നമ്മുടെ പാസ്റ്റിലുള്ള നമുക്ക് വിട്ട് കളയാനുള്ള ഒരു മടി. പക്ഷെ അങ്ങനെ ലെറ്റ് ഗോ ചെയ്താൽ മാത്രമേ, ഇതൊരു ചെറിയ വിഷമം, നമ്മൾ പറയില്ലേ താൽക്കാലികമായിട്ട് ഒരു വിഷമം നിങ്ങൾ ഫീൽ ചെയ്യും. ബട്ട് ആ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നാൽ മാത്രമേ ലൈഫ് ചേഞ്ച്, ഞാൻ ജീവിതത്തിൽ എന്ന് പറഞ്ഞു ലൈഫ് ചേഞ്ച് ആണ്, റിയലൈസേഷൻ, ലിബറേഷൻ, ഫ്രീഡം, ട്രാൻസ്ഫോർമേഷൻ ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു ഫ്രൈഡേ ആകുമ്പോഴേക്കും ഐ തിങ്ക് നിങ്ങൾ കുറേ റിലാക്സ്ഡ് ആവും തോന്നുന്നുണ്ട് എനിക്ക്. ഇല്ല, കാണുന്നില്ല. ഓക്കെ, അഗെയിൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, നിങ്ങൾ ആ ഫ്രൈഡേ ആകുമ്പോഴേക്കും ഐ തിങ്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു തീരുമാനം എടുത്ത് ശരിക്കും നിങ്ങൾ കട്ട് ഓഫ് ചെയ്യാൻ നിങ്ങൾ റെഡി ആവുന്നുണ്ട്. മേ ബി ഫ്രൈഡേ ആകുമ്പോഴേക്കും ഇവിടെ ശരിക്കും ഒരു ടവർ മൊമെൻ്റ് ആണ് കാണുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ നല്ലൊരു എന്താ പറയുക, വലിയ ബ്രേക്ക് ത്രൂ മൊമെൻറ്റ്സ് വരാനുള്ള ചാൻസ് ആണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ വീണ്ടും ഇമോഷണൽ ആയിട്ടാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഈ ആഴ്ച മുഴുവൻ ഒരു ഇമോഷണൽ ആണ് ആക്ച്വലി. നിങ്ങൾ ഇടയിൽ പ്രാക്ടിക്കൽ ആവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, ബട്ട് നടക്കുന്ന ലക്ഷണമില്ല. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ വളരെയധികം ഇമോഷണൽ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന പോലെയാണ്. ഇതിപ്പോൾ റിലേഷൻഷിപ്സ് ആയിരിക്കാം കൂടുതലും. ഓക്കെ, കാരണം കൂടുതലും പേരും അത് തന്നെയാണ് ചോദിക്കാറ്. ചിലപ്പോൾ കരിയറിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർഷിപ്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് വേണ്ടാന്ന് വെച്ച് നിങ്ങൾ മാറിപ്പോവാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് വേണ്ട എന്ന രീതിക്ക് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, എന്തു തന്നെ ആയാലും ശരി, ഇവിടെ നിങ്ങൾ വീണ്ടും ഫ്രൈഡേയും ഇമോഷണൽ ആയിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇടയിൽ നിങ്ങളൊരു സ്ട്രെങ്ത് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ അത് അധികം നേരം നിൽക്കുന്നില്ല. ഓക്കെ, വീണ്ടും നിങ്ങളുടെ ആ ഒരു മൈൻഡ് കൺഫ്യൂസ്ഡ്, അഗെയിൻ അപ്പ് ആൻഡ് ഡൗൺ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മൈൻഡ്. ഓക്കെ, ആൻഡ് ഇവിടെ സാറ്റർഡേയും കാണുന്നത് നിങ്ങളെന്തോ നഷ്ടപ്പെടുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക്. ഓക്കെ, ചിലത് ബട്ട് യൂണിവേഴ്സ് ഇവിടെ ഇങ്ങനത്തെ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. ആ നഷ്ടത്തിന് മേലെ നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് യൂണിവേഴ്സ് ഇവിടെ തരും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഇവിടെ എൻഡിങ് ആയി, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് തകരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ നല്ലത് വേറെന്തോ യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ക്വീൻ ഓഫ് വാട്ടർ ഉണ്ട്. ഒന്ന്, നിങ്ങൾ ഐ തിങ്ക് ഇന്നലത്തെ റീഡിങ്ങിലും ഐ തിങ്ക് ഒരു പൈൽക്കാർക്ക് വന്നിട്ട് നിങ്ങൾ വളരെ ഇമോഷണൽ പേഴ്സൺ ആണ്, നിങ്ങൾ വളരെ ഗിവിങ് പേഴ്സൺ ആണെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രോങ് ആവാൻ പറ്റാത്തത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കട്ട് ഓഫ് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ബിക്കോസ് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളിങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക, കൂടുതൽ അങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുക, എന്ത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ മാപ്പ് കൊടുത്തോണ്ടിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ കെയർ അങ്ങോട്ട് കൊടുത്തോണ്ട്, അങ്ങനെ ആ ഒരു നേച്ചർ ആയിരിക്കും നിങ്ങളത്. ജെൻസ് ആയാലും ലേഡീസ് ആയാലും. ഓക്കെ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കിങ് ഓഫ് എയറും ഇതൊക്കെ നിങ്ങൾ മാറ്റിക്കോളും. ഓക്കെ, ആ എനർജി എടുക്കുക. എന്താണ് ക്വീൻ ഓഫ് വാട്ടർ? ക്വീൻ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഇമോഷണൽ പേഴ്സൺ, ഗിവിങ് പേഴ്സൺ, അമ്മ എന്ന രീതിയിൽ, അമ്മ പാരൻസ് എന്ന രീതിയിൽ, അതായത് അത്രയും ന്യൂച്ചറിങ് കെയറിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ എനർജിയിൽ നിങ്ങളുടെ എനർജി അതാണ്, അതായത് നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് വിഷമം നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് എന്തോ ലെറ്റ് ഗോ ചെയ്യാനുണ്ട് പാസ്റ്റിൻ്റെ. ഈ ആഴ്ച മുഴുവൻ ഇപ്പം നിങ്ങളുടെ മൈൻഡ് എനിക്ക് തോന്നുന്നു അതിൽ തന്നെയാണ്. അത് അത്ര വേഗം മേ ബി അതിനെക്കുറിച്ച് ഡിസ്കഷൻസ് നടക്കുന്നുണ്ടാവാം. അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരങ്ങൾ മറ്റുള്ളവരുമായിട്ട്, ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് സംസാരങ്ങൾ നടക്കുന്നുണ്ടാവാം. അപ്പോൾ ഐ തിങ്ക് അതിനെക്കുറിച്ചാണ് നിങ്ങളുടെ മൈൻഡിൽ കൂടുതലും ഈ ആഴ്ച ഫോക്കസ് അതിലേക്കാണ്. ആൻഡ് സാറ്റർഡേക്ക് നമുക്ക് കാണുന്നത് ഒരു ഫൈനലി ഒരു ചെറിയൊരു പ്രതീക്ഷ, സ്റ്റാർ, ഹോപ്പ്. ഓക്കെ, ഫൈനലി നിങ്ങൾ ആഗ്രഹിച്ചത് എന്തെങ്കിലും ഒന്ന് നടക്കുന്നതായിട്ട്. ആൻഡ് ഇവിടെ ഏസ് ഓഫ് എർത്ത് ആണ്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് നമ്മുടെ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു എന്ന് പറയാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എടുക്കാൻ തയ്യാറാവുന്നതായിട്ട്. ഇത് സൺഡേക്കാണ്. ഓക്കെ, സൺഡേക്ക് ഫൈനലി ഐ തിങ്ക് നിങ്ങൾ തീരുമാനിക്കും, ഓക്കെ ദാറ്റ് ഞാൻ മൂവ് ഓൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ഞാൻ എടുക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതായിട്ടും. ആൻഡ് അതിൻ്റെ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് സക്സസ് ആണ് വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് എനർജിയാണ് ഇവിടെ. ഒരു മണി വൈസ് ഫൈനാൻഷ്യലി നിങ്ങൾ കുറച്ചുകൂടി സ്റ്റേബിൾ ആവുന്നതാണ്. ആൻഡ് ഫാമിലി ആയാലും ശരി, നിങ്ങൾ കുറച്ചുകൂടി ഹാപ്പി ഫാമിലി എന്ന രീതിയിലും കാണുന്നുണ്ട്. ഓക്കെ, ഇത് സക്സസിൻ്റെ കാര്യമാണ്, റെക്കഗ്നീഷൻ്റെ കാര്യമാണ്. അപ്പോൾ ഐ തിങ്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്തിലാണോ നിങ്ങളുടെ മൈൻഡ് സ്റ്റക്കായി നിൽക്കുന്നത് അതിനെ ഒന്ന് ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ വേറെ ഓപ്ഷൻസ് ട്രൈ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് എത്താൻ പറ്റും എന്നാണ്. ഇപ്പോൾ ഈ ഒരാഴ്ചയുടെ ഫുൾ ആഴ്ച ആക്ച്വലി ഇത് ശരിക്കും ഒരു ഫ്ലോയിലാണ് പോയത് ഇത്തവണ. ഐ തിങ്ക് നിങ്ങൾ ഒരു കാര്യത്തിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അല്ല ഇനിയിപ്പോൾ വേറെ ചെറിയ കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കാം. എന്തായാലും ഓവറോൾ നിങ്ങൾക്ക് സക്സസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ സൺഡേ ആവുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് ഭാഗം കാണണമെങ്കിൽ. ഓക്കെ, ഈ വീക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ഐ തിങ്ക് സാറ്റർഡേ വരെ നിങ്ങൾ വളരെ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിലാണ്. ഇടയ്ക്കൊന്നിങ്ങനെ വലിയ ഞാൻ എഴുന്നേറ്റൊക്കെ എല്ലാ ആക്ഷൻ എടുക്കാനൊക്കെ തയ്യാറായി നിൽക്കും, ബട്ട് വീണ്ടും ഡൗൺ ആണ് പോകുന്നത് നിങ്ങൾ. ഓക്കെ, സോ
സ്ട്രോങ് ആയി നിൽക്കുക. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക. എപ്പോഴും ഇതൊരു ബാലൻസ് വേണം. നമ്മൾ ഓവർ ഇമോഷണലോ ആവരുത്, ഓവർ പ്രാക്ടിക്കലോ ആവരുത് എന്ന് പറയും അല്ലേ. അപ്പോൾ അതിനൊരു ബാലൻസ് നിങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, കാര്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് സക്സസ് നിങ്ങൾക്ക് വരും. പക്ഷെ അതിന് ചില മാറ്റങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, അത് ഈ ഒരാഴ്ച നിങ്ങൾ അതിൻ്റെ ചില തീരുമാനങ്ങൾ എടുക്കുന്ന പോലെയാണ് കാണുന്നത്. എന്തായാലും ശരി, നല്ലതാവട്ടെ. ഓക്കെ, നമുക്ക് മെസ്സേജസ് കൂടി എടുത്തേക്കാം. ഈ ആഴ്ചയ്ക്ക് നിങ്ങൾക്ക് ഗൈഡൻസ് മെസ്സേജസ് എന്താണ്, യൂണിവേഴ്സ് എന്താ പറയുന്നത്? ഓക്കെ, വളരെ ഇമോഷണൽ സ്റ്റേറ്റിൽ ഇരിക്കുകയാണ് നിങ്ങൾ. നോക്കട്ടെ യൂണിവേഴ്സ് എന്താ പറയുന്നത്. ഇന്നർ പീസ്. ഓക്കെ, ഓപ്പർച്യൂണിറ്റി, സെയിം തിങ്. ലീഡർഷിപ്പ്, നമ്മുടെ കിങ് ഓഫ് എർത്തിൻ്റെ ഒക്കെ ഒരു ഇതായിരുന്നു. മിറക്കിൾസ്, സക്സസ്. ഭയങ്കര സ്മൂത്ത് കാർഡ്സ് ആണിത്, അതുകൊണ്ടാണ് എത്ര ബുദ്ധിമുട്ടാണ്. കറേജ്, ലാസ്റ്റ് ട്രസ്റ്റ്. ഓക്കെ, ഇവിടെ പൊട്ടൻഷ്യൽ എന്നുണ്ട്. നിങ്ങൾക്ക് കഴിവുകളുണ്ട്. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങൾ തിരിച്ചറിയുക. ആൻഡ് ഈ സിറ്റുവേഷൻ നിങ്ങൾ എന്ത് തന്നെ ആയാലും, നിങ്ങളുടെ മൈൻഡിലുള്ള എന്ത് സിറ്റുവേഷൻ ആയാലും ശരി, അതിനെ ഒരു മാറ്റം വന്ന് വരും. ഒരു പൊട്ടൻഷ്യൽ ടു ഗ്രോ എന്ന് പറയാം. ഓക്കെ, പൊട്ടൻഷ്യൽ ഫോർ യുവർ ഗ്രോത്ത്. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ആൻഡ് ഇവിടെ ഇന്നർ പീസ് ആണ്. ഇന്നർ പീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഓക്കെ, ഓവർ ഇമോഷണൽ ആയി പോകരുത്. ഓക്കെ, ഓവർ ഇമോഷണൽ ആവാതെ നിങ്ങൾ ശാന്തമായിട്ട് ഇരുന്ന കാര്യങ്ങളെ ഡീൽ ചെയ്യാം. ഓക്കെ, ശാന്തമായിരുന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ, ആ ഇന്നർ നിങ്ങളുടെ ശാന്തത അത് കൈവിടരുത്. ഓക്കെ, റിയാക്ട് ചെയ്യരുത്. പെട്ടെന്ന് ദേഷ്യത്തിലൊന്നും റിയാക്ട് ചെയ്യേണ്ടെന്ന് കൂടിയാണ്. കിങ് ഓഫ് സോഡ്സ് ആക്ച്വലി യെസ് ഒരു പെട്ടെന്ന് റിയാക്ഷൻ്റെ കാര്യമാണ്. സോ ഒന്ന് ആലോചിച്ച് മാത്രം റിയാക്ഷൻസ് ചെയ്യാം. ഓപ്പർച്യൂണിറ്റി, യെസ് നിങ്ങൾക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് അതൊരു ലീഡർഷിപ്പ് റോളൊക്കെയാണ്. അതായത് നമ്മൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഒക്കെ പറഞ്ഞിരുന്നു. അതായത് ഒരു ജോലിയിൽ കരിയറിൽ ഗ്രോത്ത്, കരിയറിൽ കുറച്ചുകൂടി സീനിയർ റോള്, ലീഡർ റോള് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ വലുത് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ടാവാം. പക്ഷെ അതിന് യെസ് നമ്മൾ ചിലത് വിട്ട് കളയണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ചിലത് വിട്ട് മാറിയാലേ ചിലത് നിങ്ങൾക്ക് പുതിയത് നല്ലത് വരുള്ളൂ. മിറക്കിൾസ് ആണ്. സോ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയുന്നുണ്ട് നിങ്ങൾ ധൈര്യത്തിൽ മുന്നോട്ട് പോവാം. ഓക്കെ, മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പോലും സംഭവിക്കും. സക്സസ്, അഗെയിൻ സക്സസ് വരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് കറേജ് പറയുന്നുണ്ട്. നിങ്ങൾ ധൈര്യത്തിൽ മുന്നോട്ട് പോവാം. കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി. ഓക്കെ, കുറച്ച് ധൈര്യം കൊണ്ടുവരാം നിങ്ങൾ. ഓക്കെ, പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ച് പോകണമെങ്കിൽ നമുക്കൊരു പേടിയാണ് അല്ലേ. എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ആകെ നമ്മൾ വെപ്രാളം ഇതായി പോകും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള കറേജ് നിങ്ങൾ തിരിച്ചറിയുക. ഓക്കെ, അതിനെ നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ഒരല്പം ധൈര്യം വെക്കുക. ധൈര്യം മാത്രമല്ല, പക്ഷേ ട്രസ്റ്റ്. എപ്പോഴും ധൈര്യത്തിൻ്റെ കൂടെ വേണ്ടത് ട്രസ്റ്റാണ്. ധൈര്യം വരണമെങ്കിൽ എങ്ങനെയാണ്, നമുക്ക് കാര്യങ്ങൾ നല്ലത് നടക്കും എന്നുള്ളൊരു ട്രസ്റ്റ് അല്ലേ. യൂണിവേഴ്സിൻ്റെ മേലെ ഒരു ട്രസ്റ്റ്, ദൈവത്തിൻ്റെ മേലെ, അല്ലെങ്കിൽ എന്തിനെയും നിങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ ആ ഒരു ട്രസ്റ്റ്, അതായത് എന്തോ എനിക്ക് നല്ലത് വരാനുണ്ട് എന്നുള്ളൊരു ട്രസ്റ്റ്, അത് വരുമ്പോഴേ നമുക്ക് ധൈര്യവും കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടും വെച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, എല്ലാം ശരിയാവും. നിങ്ങൾക്ക് ആക്ച്വലി ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. അതിന് പക്ഷേ യെസ് നിങ്ങൾ പാസ്റ്റിൽ ചിലത് ലെറ്റ് ഗോ ചെയ്യാനുണ്ട്. അതെന്താണ് നോക്കുക, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ജോലിയുടെയൊക്കെ കാര്യത്തിലായാലും എന്ത് പറയുമ്പോഴും ഓക്കെ, എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ, എന്തോ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചിലത് വിട്ട് കളയാനുണ്ട്. അതിനുശേഷം പക്ഷേ നിങ്ങൾക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു എന്നാണ് കാണുന്നത്. സോ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.